വിദേശകാര്യ വിദഗ്ധൻ, നയതന്ത്ര വിദഗ്ധൻ ശ്രീ മുരളീധരൻ നായർ കടങ്ങല്ലൂരിലേക്കാണ് ഞാൻ പോകുന്നത്. മുരളീധരൻ നായർ സർ, ഇതിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജൂൺ മാസത്തിലുണ്ടായ 12 ദിവസത്തെ പോലെ ഒരു ഒറ്റപ്പെട്ട ആക്രമണമോ ഒരു പ്രാദേശിക മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒരു യുദ്ധമോ അല്ല. ഇത് പൂർവ്വദേശത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധമായി രൂപാന്തരപ്പെടുമോ എന്ന ആശങ്കയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇറാൻ തിരിച്ചടിച്ചത് ഗൾഫ് മേഖലയെ ഒന്നാകെ വ്യാപിക്കുന്ന തരത്തിലാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു റോൾ ഔട്ട് വാർ, ഒരു കംപ്ലീറ്റ് വാറിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ടോ? അതല്ല അതിനു മുൻപ് ഇത് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും? ഗുഡ് ഈവനിങ് ഗോപി. കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അത് ഒരു യുദ്ധത്തെക്കുറിച്ച് ആകേണ്ടി വന്നൊരു ദുഃഖമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളുടെ ഒന്നും കയ്യിലല്ലാത്ത കാര്യമാണ്. ഈ റെജീം ചേഞ്ച് എന്നതിനെക്കുറിച്ച് 2 വാക്ക് എനിക്ക് പറയാനുള്ളത്. റെജീം ചേഞ്ച് ഇറാൻ്റെ സിസ്റ്റത്തിൽ അതൊരു ട്രൈബലിസം നടത്തുന്ന ഒരു രാജ്യമല്ല, ഒരു വലിയ സിവിലൈസേഷണൽ കൾച്ചറാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഖമേനി ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്, അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ശ്രമമുണ്ടാവുമെന്നും. അപ്പോൾ തന്നെ ആരായിരിക്കും തൻ്റെ പിന്തുടർച്ചക്കാർ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതെല്ലാം വെൽ ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ ഖമേനിയെ അല്ലെങ്കിൽ പെസസ്കിയാൻ പ്രസിഡൻറ്റിനെ ചെയ്തുകൊണ്ടൊന്നും അവിടെ ഭരണമാറ്റം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഭരണമാറ്റത്തിന് അവിടെ ജനങ്ങൾ ഇറങ്ങി വരികയും ഒരു റെവല്യൂഷൻ എല്ലാം നമ്മൾ കണ്ടതാണ്. കളർ റെവല്യൂഷൻസ് അറബ് മേഖലയിൽ കണ്ടതാണ്. അതേപോലെ ഇറാനിൽ ജനങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടായാൽ ഒരു പക്ഷേ അവിടെ ഭരണമാറ്റം സാധ്യമായേക്കാം. അല്ലെങ്കിൽ 1-2 ലെയർ ലീഡേഴ്സിനെ വധിച്ചത് കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സെറ്റപ്പല്ല ഇറാനിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും ഇറാനെ ഭയന്നാണ് അവിടെ ജീവിക്കുന്നത്. കാരണം ഇറാൻ എപ്പോഴും പറയുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ ആ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നല്ല, അവോയ്ഡ് ചെയ്യാമായിരുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ആവശ്യമില്ലാതെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഇസ്രായേലി സെക്യൂരിറ്റി സെറ്റപ്പിനെ തന്നെ അവർക്ക് ഇറാനെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ചർച്ചകൾ നമുക്കെല്ലാവർക്കും അറിയാം ആണവ മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ വരി ഇതായിരുന്നു, ആണവ മേഖലയെക്കുറിച്ച് ഒരു എഗ്രിമെൻറ്റിൽ വന്നാൽ ഇറാൻ അറിയാം ഒരുപക്ഷെ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ട്രംപ് ശക്തമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയേക്കാം, യുദ്ധം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടേക്കാം എന്നുള്ള രീതി കൊണ്ട് ഇസ്രായേൽ പേടിച്ചത്, നെതന്യാഹു പ്രത്യേകിച്ചും പേടിച്ചത് ഈ ആണവൻ എഗ്രിമെൻറ്റിൽ ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഒരു ഒപ്പിട്ടിട്ട് ഇസ്രായേലിനെയും ബാക്കി രാജ്യങ്ങളെയെല്ലാം വിട്ടുകളയുന്ന പോലെ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവരുടെ ഡിമാൻഡുകളെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുമോ എന്നുള്ള ഭയമായിരുന്നു. ഇറാൻ്റെ ഈ ആണവം മേഖലയെക്കുറിച്ചുള്ള ആ ഡിമാൻഡുകളേക്കാൾ കൂടുതലായിട്ടുള്ളത് അവർക്ക് മിസൈലുകളാണ്. കാരണം ഈ 2 രാജ്യങ്ങളും തമ്മിൽ 1500-1600 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. അപ്പോൾ ഒരു യുദ്ധം, ഒരു കാലാൾപ്പടയുടെ യുദ്ധം, ബോർഡറില്ല, കണ്ടിഗ്യൂറ്റി ഇല്ല. ആ നിലയ്ക്ക് മിസൈലുകൾ, അതാണ് ഇറാൻ്റെ സ്ട്രാറ്റജിയും. ഡ്രോണുകളും മിസൈലുകളും വികസിച്ചെടുക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് പോയിരുന്നു ഇറാൻ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഇസ്രായേലിൻ്റെ കയ്യിൽ അയൺ ഡോമുണ്ട്, ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ആരോ, ഇതേപോലെയുള്ള ഈ മിസൈലുകളെയും ആരോ ആ ഒരു സിസ്റ്റം ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു നിരവധി അനേകം ഡസൻ കണക്കിന് ഡ്രോണുകളെ ഒന്നിച്ച് ഇസ്രായേലിന് നേരെ ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റിയോ പ്രത്യേക ടാർഗറ്റിന് അയച്ചു കഴിഞ്ഞാൽ എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാലും അതിനെ പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ ആവില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു നിർബന്ധമായിരുന്നു അവരുടെ ഇറാൻ്റെ മിസൈൽ സെറ്റപ്പ്
മിസൈൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്, മിസൈൽ സ്റ്റോക്ക് പൈൽസ്, മിസൈൽ ഉണ്ടാക്കാനുള്ള ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഇടങ്ങളിൽ ഇവിടെയെല്ലാം പൂർണ്ണമായിട്ട് തകർക്കണം എന്നുള്ളത്. അതിന് ട്രംപ് ആദ്യം കാര്യമായി സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിലും പിന്നീട് ട്രംപ് സപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഇറാൻ ഇത്തവണ അമേരിക്കയോട് ഒപ്പം. അവർ തമ്മിൽ ഈ ഒരു യുദ്ധത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. അവർക്ക് ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. ആരെന്ത് ചെയ്യണം എന്നെല്ലാം വളരെ കൃത്യമായിട്ട്, അല്ലാതെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ല നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ യുദ്ധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ രീതിയിൽ ഇറാൻ സറണ്ടർ ഒരിക്കലും ചെയ്യുകയില്ല. അഭിമാനികളാണ് ഇറാൻ നേതൃത്വം. അതുകൊണ്ട് അവർ ഒരിക്കലും ഒരു സറണ്ടർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആ നാട്ടിൽ ഭീകരമായ ഒരു അറ്റാക്കായിരിക്കും. കാരണം അവരുടെ ആണവ നിലയങ്ങൾ അവിടെയെല്ലാം ഇപ്പോഴും അറ്റാക്ക് ചെയ്തു. പക്ഷേ ഇനി B2 ബോംബറെല്ലാം വീണ്ടും ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം വന്നേക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാൻ. പക്ഷേ മുരളീധരൻ സാർ, നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ എല്ലാ വിധത്തിലുള്ള ഈ സൈനിക സംവിധാനങ്ങളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ ഭൂഗർഭ അറകളിലാണ്. അത് പലതും പർവ്വതങ്ങൾ തുരന്നുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് അത് സുരക്ഷിതമായി വെച്ചിരിക്കുന്നത്. വലിയ ആക്രമണശേഷിയുള്ള അല്ലെങ്കിൽ വലിയ പ്രഹരശേഷിയുള്ള ബോംബുകളെ പോലും അതിജീവിക്കാൻ പാകത്തിലാണ് ഇതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. B2 ബോംബർ വന്നിട്ട് ബങ്കർ ബസ്റ്റ് ഒരു 50 മീറ്റർ വരെ പോകാവുന്ന തരത്തിലുള്ളത്. അത് കഴിഞ്ഞ തവണ ചെയ്യുന്നതെങ്കിലും അത് പൂർണ്ണമായിട്ട് ഞാൻ ഇറാൻ്റെ ആണവ നിലയങ്ങളെല്ലാം തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അതിന് അദ്ദേഹം വിജയിച്ചില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ അതിത്തവണ അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ തീർച്ചയായിട്ടും ഏറ്റവും മുൻപന്തിയിലുണ്ടാകും. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊബൈൽ ലോഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റി കുറവായിരുന്നു. കഴിഞ്ഞ 8 മാസം മുതൽ നടന്ന യുദ്ധത്തിൽ നിന്ന് അതാണ് ഇറാൻ പഠിച്ചത്. അപ്പോൾ അതെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എത്ര മിസൈൽ ഉണ്ടെങ്കിലും അതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പോൾ 2000 മിസൈൽ ഇറാൻ്റെ കയ്യിലുണ്ടെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം എത്രമാത്രം, അതേപോലെ ആയിരക്കണക്കിനോ 10,000കണക്കിനോ ഡ്രോണുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ലോഞ്ചിങ്, കാരണം മൊബൈൽ ലോഞ്ചേഴ്സ് കുറവായത് കൊണ്ട്, പ്രത്യേകിച്ച് മിസൈലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ലോഞ്ചിങ് കപ്പാസിറ്റി, സ്റ്റോക്ക് പൈൽസ് എല്ലാം തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ തകർക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.